ഹരിയസ് ഗുഡ് മോർണിംഗ്. ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളുടെ സന്തോഷം നശിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഒന്നാമത്തെ കാര്യം എന്താ അറിയാം, നമ്മൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുക എന്ന് പറയുന്നതാണ്. മറ്റുള്ളവരെ നമ്മളിങ്ങനെ പുറത്തുള്ള ഈ നല്ല വശങ്ങൾ മാത്രമേ നമ്മൾ കാണൂ. അത് കണ്ടിട്ട് നമ്മൾ വിചാരിക്കും അവർക്ക് എത്രയോ ഭാഗ്യവന്മാരാണ്, ദൈവം അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നല്ല. എല്ലാവരിലും നല്ല വശമുണ്ട്, മോശം വശമുണ്ട്. അതൊക്കെ അവർ ഹൈഡ് ചെയ്യുന്നതാണ്. നമ്മളും അതുപോലെ നമ്മൾ ഹൈഡ് ചെയ്യാൻ പഠിക്കുക. നമ്മുടെ മോശം വശങ്ങൾ, നല്ല വശങ്ങളെ കൂടുതലായിട്ട് എടുത്ത് കാണിക്കുക. സന്തോഷത്തോടു കൂടി നമ്മളായിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രസന്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞു പോയത് പാസ്റ്റ് ഇസ് പാസ്റ്റ്, ഗോൺ, കഴിഞ്ഞു. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. വരാൻ പോകുന്ന ഫ്യൂച്ചറിനെ കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അതെല്ലാം തന്നെ ഇല്ല, ഫ്യൂച്ചർ ഇല്ല. കാരണം വെച്ചാൽ എന്ത് ഫ്യൂച്ചർ വന്നിനി, ഈ പ്രസന്റേ ഉള്ളൂ. നാളത്തേക്ക് അല്ലെങ്കിൽ അടുത്ത നിമിഷം മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് വലിയ ഒരു ഉറപ്പില്ല. മനുഷ്യൻ മരിച്ചു പോയുള്ളതാണ്. ഓക്കെ, പക്ഷേ ഈ പ്രസന്റിൽ നമ്മളുണ്ട്. ഇതിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെല്ലാം വലുതാക്കി എടുക്കുക. നമ്മളെ നന്നായിട്ട് ജീവിക്കുക, ആസ്വദിച്ച് ജീവിക്കുക. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, മൂന്നാമത്തെ കാര്യം പരാതി പറയലും പരിഭവം പറയലും സ്വയം കുറ്റപ്പെടുത്തലൊക്കെ അത് മതിയാക്കുക. ആരെ കുറ്റപ്പെടുത്താൻ? നമ്മുടെ തെറ്റുകൾക്ക് നമ്മൾ തന്നെയാണ് ഉത്തരവാദി, മറ്റുള്ളവരല്ല. അപ്പം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയോണ്ട് കാര്യമില്ല. അതേപോലെ തന്നെ ആരോടായി പരാതി പറയാനുള്ളത്? ഇത് നമ്മുടെ ആ ഒരു പോസിറ്റീവ് എനർജി ഇല്ലാണ്ടാക്കുന്നുള്ളതാണ്. രാവിലെ എഴുന്നേറ്റോടുകൂടി ഞാനൊരു സംഭവമാണ് എന്ന വിചാരത്തിൽ അങ്ങോട്ട് മുന്നോട്ട് പോവുക. അങ്ങനെയാണ് എങ്കിൽ നമ്മളെന്തായി, നമ്മുടെ ലൈഫ് അങ്ങോട്ട് സക്സസ് ആയിട്ട് പോകുന്നതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, പരാതിയും വേണ്ട, പരിഭവവും വേണ്ട, കുറ്റപ്പെടുത്തലുകളും വേണ്ട. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് നമ്മുടെ നേട്ടങ്ങളെയും കഴിവുകളെയും മോശമായി കണക്കാക്കുക എന്നുള്ളതാണ്. അതായത് നിസ്സാരമായിട്ട് കണക്കാക്കുക, അതിനെ കുറ്റപ്പെടുത്തുക. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അതായത് നമ്മളിലുള്ള കൊച്ചു കൊച്ചു നേട്ടങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും അയ്യോ ഞാൻ വളരെ ദുർബലനാണ്, എന്നെ കൊണ്ടൊന്നും ആവൂല. എന്നിട്ട് ആ നേട്ടങ്ങളെ, കുഞ്ഞു കുഞ്ഞു നേട്ടങ്ങളെ പോലും നമ്മൾ എന്താക്കും, വളരെ ലാഘവത്തോടു കൂടി അത് ഒഴിവാക്കുന്നതായിട്ട് കാണാം. അങ്ങനെയല്ല, നമ്മൾ ഓരോ നിമിഷവും നമ്മൾ സന്തോഷിക്കുക. നമ്മൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെയും വലിയ വലിയ കാര്യങ്ങളാക്കി എടുത്ത് സന്തോഷിക്കാണ്ട് പോവുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരം ഒരു പോസിറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കും. ഓക്കെ, അതുപോലെ ലാസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണെങ്കിൽ അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഈ നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്നാണ്, മോശമായ കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ളതെങ്കിൽ അതിൽ നിന്നും ഒരുപാട് അനുഭവങ്ങൾ പഠിക്കാറുണ്ട്. ഈ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ തയ്യാറാവുന്നില്ല എങ്കിൽ നമുക്ക് പിന്നീട് പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. കാരണം ആ സെയിം തെറ്റിലേക്ക് തന്നെ പിന്നെയും പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പം അനുഭവങ്ങളിലൂടെ പഠിക്കാൻ തയ്യാറാവണം. മനസ്സിലായോ? ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്താക്കുക, കമൻറ്റ് ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഫോളോ ചെയ്ത് കൂട്ടാനും മറക്കല്ലേ.